നമസ്കാരം. 5 സംസ്ഥാനങ്ങളിൽ നടന്ന ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് ഈ മാസം 4-ാം തീയതിയാണ്. ഇന്ന് 1-ാം തീയതി, ഇനി 3 ദിവസമുണ്ട്. ഈ 5 സംസ്ഥാനങ്ങളും വളരെ പ്രധാനപ്പെട്ട ബംഗാളും കേരളവും തമിഴ്നാടും ആസാമും പുതുച്ചേരിയും. അങ്ങനെയുള്ള 5 സംസ്ഥാനങ്ങളിൽ ഇന്ന് എല്ലാ പാർട്ടികളെയും, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJPയെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ CPM രണ്ടാമത് തിരിച്ചു വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ CPM ഇതോടെ വേരേറ്റ് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നീട് എപ്പോഴെങ്കിലും CPM തിരിച്ചു വരുമോ എന്നുള്ള കാര്യം സംശയമുള്ള കാര്യമാണ്. നമുക്കറിയാം, ബംഗാളിൽ, ത്രിപുരയിൽ CPM അത് ഇടതുപക്ഷം ഇല്ലാതായിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു, 14 വർഷങ്ങൾ കഴിഞ്ഞു, 14 വർഷങ്ങൾ കഴിഞ്ഞു. ഇവിടെ എന്താണ് സ്ഥിതി? ഇവിടെയും അതേപോലെ തന്നെ സ്ഥിതി വരാൻ പോവുകയാണ്. ഇവിടെയും കൂടെ വേരറ്റ് കഴിഞ്ഞാൽ പിന്നെ CPM എന്നുള്ള പ്രസ്ഥാനം ഇന്ത്യയിൽ ഇല്ലാതാകും. കേരളത്തിൽ CPM എന്നുള്ള പ്രസ്ഥാനത്തെ നയിച്ച പിണറായി വിജയൻ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾക്കുള്ള പരിഹാരമായി ജനങ്ങൾ തൂത്തുവാരി ഇവിടുന്ന് അടിച്ചോടിക്കും എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 10 വർഷത്തെ അദ്ദേഹം ഉണ്ടാക്കിയത് കോടാനുകോടി രൂപയാണ്. അത് വെച്ച് അദ്ദേഹം വലിയ ബോർഡുകൾ വെച്ച് വലിയ പരസ്യം ചെയ്തു എന്നല്ലാതെ ആരുണ്ട് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദ്യത്തിന് പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചത് കാണുമ്പോൾ തന്നെ ജനങ്ങൾ അറപ്പും വെറുപ്പുമായിട്ട് വോട്ട് ചെയ്യാൻ എത്തി എന്നുള്ളതാണ് പുറമേ നിന്ന് വരുന്ന വികാരം. എല്ലാ സ്ഥലങ്ങളിലും അതാത് സ്ഥലത്തെ LDFിലെ MLA-മാരാണ് മത്സരിക്കുന്നത്. പക്ഷേ ഈ ബോർഡ് കണ്ടതോടുകൂടി ആൾക്കാർ ഈ തിരിച്ചു കുത്തി എന്നുള്ള വാർത്തകളാണ് എല്ലാ മേഖലയും വരുന്നത്. അതുകൊണ്ട് തന്നെ MLA-മാരുടെ കഴിവുകേട് കൊണ്ടല്ല തോൽക്കുന്നത്. ആ തോൽക്കുന്നതിന് കാരണം ഈ പിണറായി വിജയൻ്റെ ഫോട്ടോയാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പിണറായി വിജയനെ MLA-മാർ പോലും ശപിക്കുകയാണ്. നശിച്ച ഒരു ഫോട്ടോ എന്നാണ് പല MLA-മാരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നോട് പിന്നീട് വിളിച്ചു പറഞ്ഞു, ദയവായി അതൊന്നും കൊടുക്കല്ലേ എന്ന് പറഞ്ഞാൽ 5 MLA-മാർ, CPM-ലെ 5 MLA-മാർ സംസാരിച്ച റെക്കോർഡിൻ്റെ അടുത്തുണ്ട്. അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഇപ്പോൾ തന്നെ അവരെ പിടിച്ച് പുറത്താക്കും എന്നുള്ള കാര്യം സംശയമില്ല. അത്രയും റൂഡായിട്ട് ഭയങ്കര പൊട്ടിത്തെറിച്ചിട്ടാണ് പിണറായി വിജയനെതിരെ സംസാരിച്ചിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് കടക്കാം. കണ്ണൂർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ നാടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കുത്തക സീറ്റുകളുള്ള സ്ഥലം, പാർട്ടി ഗ്രാമങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലം. അവിടെ ഒരു കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കല്ലാതെ മറ്റാർക്കും ഭൂരിപക്ഷം കിട്ടാറില്ല. 11 സീറ്റാണ് കണ്ണൂരിലുള്ളത്. കണ്ണൂരിൽ 11 സീറ്റിൽ മാക്സിമം പോയാൽ 2 സീറ്റാണ് എല്ലാവരും പ്രവചിച്ച്, മാക്സിമം പോയാൽ 4 സീറ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ കണ്ണൂരിൽ 4 അല്ല 6 സീറ്റുകൾ കിട്ടുമെന്നാണ് കണ്ണൂർ ജില്ലാ DCC പ്രസിഡന്റ് മാർട്ടിൻ ക്രൈമിനോട് പറഞ്ഞത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നും ശരിയല്ല, കൃത്യമായി പഠിക്കാതെയാണ് വന്നിരിക്കുന്നത്. തളിപ്പറമ്പും കൂത്തുപറമ്പും ഉറപ്പായി കിട്ടും. എന്നാൽ അദ്ദേഹം പറയുന്നു ധർമ്മടത്ത് പിണറായി വിജയൻ തന്നെ വിജയിക്കും. അതേപോലെ തന്നെ പയ്യന്നൂരിൽ വിജയിക്കാൻ സാധ്യത കുറവാണ്. മറ്റു CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ തലശ്ശേരിയും അതേപോലെ കല്യാശ്ശേരിയും ഒന്നും LDF വിജയിക്കുകയില്ല. എല്ലാ സ്ഥലത്തും ശക്തമായും UDF മത്സരിച്ചിട്ടുണ്ടെങ്കിലും, അതായത് 6 മണ്ഡലങ്ങൾ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ഇരിക്കൂർ, ഒന്ന് പേരാവൂർ. നേരത്തെയുള്ള 2 സീറ്റുകളാണ്, 11-ൽ 2 സീറ്റായി. 3-ാമത്തെ സീറ്റ് പറയുന്നത് തളിപ്പറമ്പ് പറയും, 4-ാമത്തെ സീറ്റ് പറയുന്നത് കൂത്തുപറമ്പാണ്, 5-ാമത്തെ സീറ്റ് കണ്ണൂർ ടൗണാണ് പറയുന്നത്, 6-ാം സീറ്റ് അഴീക്കോടാണ് പറയുന്നത്. അങ്ങനെ ഈ 6 സീറ്റുകൾ നിർബന്ധമായിട്ടും UDF വിജയിക്കും. എന്നാൽ അദ്ദേഹം പ്രത്യേകം പറയുന്ന കാര്യം ധർമ്മടത്ത് വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ തന്നെ വിജയിക്കുമെന്ന് പറയുന്ന, കൃത്യമായിട്ട് വെറുതെ ഒരു രാഷ്ട്രീയത്തിൽ വെറുതെ എന്തെങ്കിലും വാക്കുകൊണ്ട് വിജയിക്കുമെന്ന് പറയുകയല്ല ചെയ്യുന്നത്. അബ്ദുൾ റഷീദ് പറഞ്ഞ കാര്യം അദ്ദേഹം തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. ധർമ്മടത്ത് പിണറായി വിജയിക്കും, അതോടൊപ്പം ബാക്കി 6 സീറ്റുകൾ UDF നേടിയെടുക്കും. അപ്പോൾ അതിനർത്ഥം ഞാൻ ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ 101 സീറ്റുകൾ വരെ UDF വിജയിക്കാൻ സാധ്യതയുണ്ടല്ലോ. 100-ൽ പരം സീറ്റുകൾ UDF വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹം പറഞ്ഞ പൂർണ്ണമായ വാക്കുകൾ കേൾക്കാം. കണ്ണൂരിലെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരിക്കും? പുറത്തു വന്ന അതെ, പുറത്തു വന്ന വിവരവും യഥാർത്ഥ കണക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല, കണ്ണൂരിൽ നമുക്ക് 6 സീറ്റ് കിട്ടുന്നുള്ള വിശ്വാസത്തിലുള്ളത്. എക്സിറ്റ് പോളിൽ 4 സീറ്റ് വരെയല്ലേ പറയുന്നത്? 4 സീറ്റ് വരെ പറയുന്നുള്ളൂ. ഏതൊക്കെ സീറ്റ് ആയിരിക്കാം 6 സീറ്റ് എന്ന് പറയാം? ഏതൊക്കെ? അത് നമുക്കിപ്പം പിന്നെ തളിപ്പറമ്പും കൂത്തുപറമ്പും അതും കൂടി കിട്ടുന്നുള്ള പ്രതീക്ഷയിലുള്ളത്. തളിപ്പറമ്പും കൂത്തുപറമ്പും പിന്നെ അഴീക്കോടും
അഴീക്കോടും കണ്ണൂരും വ്യത്യാസമൊന്നുമില്ല. കണ്ണൂരും പിന്നെ പേരാവൂരും ഇരിക്കൂറും അങ്ങനെ 6 സീറ്റ്. 6 സീറ്റ് ഉറപ്പായിട്ടില്ല. പയ്യന്നൂർ എന്തെങ്കിലും അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ടോ? പയ്യന്നൂരിൽ സാധ്യതയുണ്ട്. അത് ഞാനിപ്പോ പറയാത്തതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പയ്യന്നൂരിൽ കണക്കനുസരിച്ച് കുഞ്ഞിഷ്ണൻ പറയുന്ന അനുസരിച്ച് സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. അവിടെ കഴിഞ്ഞ 50,000 വോട്ടിന് ഇതിന്റെ അടിയൊഴുക്ക് എന്താണെന്ന് കഴിഞ്ഞ തവണ മൊത്തം 50,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ടായ സ്ഥലമാണല്ലോ. അല്ല, അത് നോക്കണ്ട, കഴിഞ്ഞ തവണത്തത് നോക്കണ്ട. കാരണം ഈ തവണത്തെ ഒരു ഇലക്ഷൻ പോലെ അല്ലായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ. നമ്മുടെ കാൻഡിഡേറ്റ്സ് എല്ലാം വളരെ വീക്കായിട്ട് ഇത്തവണ നമ്മൾ നിർത്തി. ഇപ്പൊ മട്ടന്നൂരിലായാലും നിർത്തിയത് ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്. പുത്തൂത്തോട്ട് തലശ്ശേരിയിലായാലും അവിടുത്തെ ഇന്ദിരാഗാന്ധിയുടെ പ്രസിഡന്റല്ലായിട്ടുള്ള സാജുവിനെയാണ്. അതേപോലെ തന്നെ പയ്യന്നൂരും നല്ല കാൻഡിഡേറ്റ് ആണ്. എല്ലായിടത്തും നമ്മൾ ഇത്തവണ ഫൈറ്റിംഗ് കാൻഡിഡേറ്റ്. കഴിഞ്ഞ തവണ പയ്യന്നൂരിലൊന്നും ഒരു മത്സരം എന്ന് പറയുന്ന സംഭവമില്ല. അവിടെ ആയിരുന്നു പ്രദീപ് കുമാറാണ്, ബ്രിജേഷ് അങ്ങനെ ഒരു സീരിയസ് ഒരു മത്സരം അവിടെ ഒന്നും വന്നിട്ടില്ല. അതല്ല, അബ്ദുൾ റഷീദ് പറയുന്ന അവിടെ 5,000 വോട്ടിന് ധർമ്മടത്ത് ജയിക്കുന്നതാണ് എനിക്ക് ഇന്റർവ്യൂ തന്നവൻ പറഞ്ഞത്. അത് ജയിക്കുന്നില്ല, നമ്മൾ വെറുതെ ജയിക്കില്ല. ജയിക്കുകയാണെങ്കിൽ വലിയ സംഭവമായിരിക്കും. അയ്യോ, ജയിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവമായിരിക്കും. ഇതിനുള്ള സാധ്യതകൾ അല്ല, ഈ റിസൾട്ട് വരുന്നോടം വരെ സാധ്യത ഞാൻ കാണുന്നില്ല. ഈ ശൈല ടീച്ചർ അവിടെ അട്ടിമറികളൊക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് പേരാവൂർക്ക്. എന്തായിരിക്കും സ്ഥിതി? ഒരിക്കലും ഇല്ല. ഒന്നും സംഭവിക്കില്ല. പുള്ളിയുടെ KPC പ്രസിഡന്റിന്റെ ഭൂരിപക്ഷം വലിയ ഭൂരിപക്ഷം. എത്ര ഭൂരിപക്ഷമായി മാറും? ഒരു 10ന്റെ അടുത്ത് കൂടെ അങ്ങനെ. ഇരിക്കൂറോ? കാരണം വെച്ച് കഴിഞ്ഞാല് ഇരിക്കൂറ് 30 ഉറപ്പാണ്. അതുറപ്പ്. അപ്പൊ ഈ CPM-ന്റെ ശക്തി കേന്ദ്രം തലശ്ശേരി, കല്യാശ്ശേരി, അതെ മട്ടന്നൂര്, തലശ്ശേരി, ധർമ്മടം, അതായത് തലശ്ശേരി, കല്യാശ്ശേരി, ധർമ്മടം, പയ്യന്നൂർ, അത് നമുക്ക് അങ്ങനെ ഒരു സാധ്യതയായിട്ട് നമുക്ക് കാണുന്നില്ല. അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെ. റിസൾട്ട് വന്നിട്ടേ പറയാൻ പറ്റും. റിസൾട്ട് വന്നിട്ടേ പറയാൻ. അപ്പൊ 6 മണ്ഡലങ്ങൾ ഉറപ്പായിട്ട് കിട്ടും. 6 മണ്ഡലം ഉറപ്പായിട്ട് കിട്ടും. 6 മണ്ഡലം കണ്ണൂർ പിടിക്കുകയാണെങ്കിൽ കേരളത്തിൽ 100 മണ്ഡലങ്ങൾ കവർ ചെയ്യുന്ന അർത്ഥം. അതെ, അതിനുള്ള സാധ്യത. ഇപ്പൊ ഈ എക്സിറ്റ് പോൾ പറയുന്നതില് അവരെ അടുപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് പോലും LDF അധികാരത്തിൽ വരുന്ന ഒരു എക്സിറ്റ് പോളും പറയുന്നല്ലോ. 69 കൊണ്ട് നിർത്തുന്നതല്ലേ ഉള്ളൂ. അതെ, പക്ഷെ കണ്ണൂരിൽ അവര് 4 സീറ്റിലാണ് എത്തിപ്പെടുന്നത്. 5 സീറ്റിലേക്ക് പോണില്ല. അപ്പൊ 4 സീറ്റിലേക്ക് അവരെത്തിപ്പെടുന്നില്ലേ? ഈ എക്സിറ്റ് പോളിന്റെ കണക്കിപ്പം ഈ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന വരുന്നല്ല ഇത് ചോദിക്കുന്നത്. ഇപ്പൊ ഈ അതിന്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു CPM കാരൻ പിന്നെ കോൺഗ്രസ് നോട്ട് ചെയ്ത UDF നോട്ട് ചെയ്ത ഒരു CPM കാരൻ ഒരിക്കലും പുറത്തു പറയില്ല ഞാൻ UDF ഔട്ട് ചെയ്തു. അതിന്റെ ഒരു സൈക്കോളജി. കാരണം അത് ഈ സുധാകരേട്ടന്റെ ആദ്യത്തില് അദ്ദേഹം പറഞ്ഞ് പിന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ട് വിവാദം ഉണ്ടാക്കി എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? K. സുധാകരൻ ആദ്യം കണ്ണൂരിൽ മത്സരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവാദം വന്നിരുന്നല്ലോ. അതെന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? അല്ല, അതൊന്നും ഇവിടെ ബാധിച്ചിട്ടൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അത് AICC എല്ലാവരുടെ മനസ്സിലുള്ള അദ്ദേഹത്തിന്റെ സീറ്റുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം. ആ സീറ്റ് AICC-ന്റെ ഒരു തീരുമാനം ഉണ്ടാവും, അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടാവില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ആൾക്കാർക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. അതൊന്നും എലക്ഷനെ ബാധിക്കുന്നില്ല. വെറുതെ പറയുന്നല്ലാണ്ട് അങ്ങനെ. അപ്പം കേരളത്തിൽ ഈ CPM-നെതിരെയുള്ള ഈ ഭരണത്തിനെതിരെയുള്ള ആഞ്ഞടിക്കൽ കണ്ണൂരിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഭരണത്തിനെതിരെ മാത്രമല്ല, ഭരണത്തിന്റെ മാത്രമല്ല. ഇപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യത്തില് അവരുടെ ഈ ഇപ്പം കുഞ്ഞീഷ്ണൻ ഉന്നയിച്ചിരിക്കുന്ന വലിയൊരു വിഷയമല്ലേ CPM-നുള്ളിൽ. അത് സംഘടനാപരമായി CPM-ന്റെ ദൗർബല്യം, CPM-ന്റെ അഴിമതി, CPM-ന്റെ സ്വജനപക്ഷപാതം, അത് ആണ് കണ്ണൂർ ജില്ലയിൽ ഈ ഭരണത്തിനേക്കാൾ കൂടുതൽ എഫക്ട് ചെയ്തിട്ട് വരുന്ന ചില സാധനങ്ങളാണ്. ഓക്കെ, താങ്ക് യു.